ഗൈസ് അങ്ങനെ ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ്. അർജന്റീന സ്പെയിൻ 1 ഗോൾ, അർജന്റീന 0. ഉള്ള കാര്യം പറയാം, സ്പെയിൻ ഡിസേർവിങ് ടീമാണ്. സ്പെയിൻ്റെ റണ്ണ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ വേൾഡ് കപ്പ് സ്പെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്പെയിൻ ഡിസേർവിങ് ടീമാണ്. കാരണം സ്പെയിന് ഈ ടൂർണമെന്റിൽ കൺസീഡ് ചെയ്തത് ആകെപ്പാടെ ഒറ്റ ഗോളാണ് ബെൽജിയമായിട്ടാണ്. പിന്നെ ആസ് എ അർജന്റീന ഫാൻ ഇന്നത്തെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര മോശം. അത് നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യും. പിന്നെ സ്പെയിൻ്റെ മാച്ച് നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യും. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. മനസ്സിലായി? അതിൽ എനിക്ക് ഒരു മടിയുമില്ല പറയേണ്ടത്. പിന്നെ അതിൽ വന്ന് ഇപ്പോഴും കുരയ്ക്കുന്നുണ്ട്, കുറേമാര് വന്ന് കുരയ്ക്കുന്നുണ്ട്. എടാ, ഞാൻ ഐഡലൈസ് ചെയ്തിരിക്കുന്ന എൻ്റെ മെസ്സി 3 വേൾഡ് കപ്പ് ഫൈനൽ കളിച്ചതിൻ്റെ ഞാൻ അത് കണ്ണുകൊണ്ട് കണ്ടേ, 3 വേൾഡ് കപ്പ് ഫൈനൽ. പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ ടീം ഫൈനലിൽ കണ്ടിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ചോദിക്കുന്നില്ല. മനസ്സിലായി? ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചാൽ അവിടെ തീർന്നെന്നാണ് അർത്ഥം. പിന്നെ കൂടുതൽ ഡയലോഗ് കുറേ പേര് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് അവരുടെ അടുത്തൊന്നും പറയില്ല. കാരണം നമുക്ക് നേടേണ്ടത് 22-ൽ നേടിത്തന്നു. പിന്നെ ഈ ഒരു ഇതിൽ നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫൈനലിലാണ്. നമ്മൾ ഫൈനലിൽ എത്തിയിട്ടാണ് തോക്കണം. ഓക്കെ, അതുകൊണ്ട് 8 ഗോൾ, അത് വെറുതെ അല്ല. മെസ്സി 8 ഗോളും 4 അസിസ്റ്റ്, ഇത്ര മതിയല്ലോ. വെറുതെ നമ്മൾ ആരും വായ്ത്താളം അടിച്ച് നമ്മളിവിടെ ഫൈനലിൽ എത്തിയതല്ല. കളിച്ച് ഫൈനലിൽ എത്തിയതാണ്. ഓക്കെ, അത്ര. സോ കൺഗ്രാറ്റുലേഷൻ ടു സ്പെയിൻ. അപ്പോൾ അങ്ങനെ യമാൽ ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറാണ്. ആസ് എ ബാഴ്സലോണ ഫാൻ യമാൽ എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ്. അതുകൊണ്ട് സെക്കൻഡ് ഫേവറേറ്റ് പ്ലെയറാണ് ആഫ്റ്റർ മെസ്സി കഴിഞ്ഞ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് പ്ലെയറാണ് യമാൽ. സോ നമുക്കിതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ വിഷമം നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഐ എം ഹാപ്പി ആസ് ഓൾവേസ്. കാരണം നമ്മുടെ ബാഴ്സ പിള്ളേർ അടിച്ചെടുത്തു വേൾഡ് കപ്പ്. അത്രേ ഉള്ളൂ. ബൈ.